ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൻ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ.
पल में कमाई है।
ओम शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चल कर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। ശുഭാബ याद है മുരളി ഡേറ്റ് 19/2025. ബാബയുടെ മധുര മഹാവാക്യം. मीठे बच्चे, तुम्हें सदैव याद की फांसी पर चढ़े रहना है. याद से ही ആത്മാ സച്ചാ സോന ബനേഗി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സദാ ഓർമ്മയുടെ തൂക്ക് കയറിൽ തൂങ്ങിക്കിടക്കണം. നിങ്ങൾ സദാ ഓർമ്മയുടെ തൂക്ക് കയറിൽ തൂങ്ങിക്കിടക്കണം. ഓർമ്മയിലൂടെയാണ് ആത്മ സത്യസ്വർണമായി മാറുക. प्रश्न, कौन सा बल क्रिमिनल आंखों को फौरन ही बदल देता है? ഏതൊരു ശക്തിയാണ് അപവിത്ര ദൃഷ്ടിയെ പോലും പെട്ടെന്ന് പരിവർത്തനപ്പെടുത്തുക? ഏതൊരു ശക്തിയാണ് അതോ ഫലമാണ് അപവിത്ര ദൃഷ്ടിയെ പോലും പരിവർത്തനപ്പെടുത്തുക? उत्तर, ज्ञान के तीसरे नेत्र का बल जब आत्मा में आ जाता तो ക്രിമിനൽപൻ समाप्त हो जाता. ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രത്തിൻ്റെ ഫലം, ആ ഒരു ശക്തി എപ്പോഴാണോ ആത്മാവിൽ നിറയുന്നത്, അതോടെ തന്നെ അപവിത്രത ഏതാണോ ദൃഷ്ടിയുള്ളത് അത് ഇല്ലാതാകും. बाप की श्रीमती, बच्चे तुम सब आपस में भाई भाई हो, भाई बहन हो,
തുമാരി ആങ്കോ കബി ബി ക്രിമിനൽ ഹോ നഹി സക്തി. ബാബ പറയുകയാണ്, ബാബയുടെ ശ്രീമതമാണ്, കുട്ടികളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, സഹോദരനും സഹോദരിയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും അപവിത്രമാകാൻ സാധ്യമല്ല. തും സദൈവ് യാദ് കി മസ്തി മേ രഹോ, വാ തക്ദീർ വാഹ് ഹമേ ഭഗവാൻ പഠാത്തേ ഹെ. സദാ ഓർമ്മയുടെ ലഹരിയിൽ മുഴുകിയിരിക്കുക. ആഹാ എൻ്റെ ഭാഗ്യം, ആഹാ സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഐസെ വിചാർ കരോ തോ മസ്തി ചടി രഹേഗി. ഇപ്രകാരത്തിലുള്ള വിചാരങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ലഹരി എപ്പോഴും ഉണ്ടായിരിക്കുക. ഓം ശാന്തി. मीठे मीठे रूहानी बच्चों प्रति रूहानी बाप समझा रहे हैं. बच्चे जानते कि रूहानी बाप जो भी आत्मा भी है वो परफेक्ट है, उसमें कोई भी जंक नहीं लगा हुआ है. ഇവിടെ മധുര ആത്മീയ മക്കൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. മക്കൾ മനസ്സിലാക്കുന്നുണ്ട്, ആത്മീയ അച്ഛനും കൂടി ഒരു ആത്മാവാണ്. എന്നാൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കുന്ന ആത്മാവാണ്. ആ ഒരു ആത്മാവിൽ അല്പം പോലും തുരുമ്പ് പിടിക്കുകയില്ല. ശുബാബ കെഹെങ്കെ മേരെ മേ ജങ്ക് ഹേ. ബാബ ചോദിക്കുകയാണ്, എന്നിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള തുരുമ്പുണ്ടോ? അല്ലേ, ഒരിക്കലുമില്ല. ഇസ് ദാദാമേ തോ പൂരി ജങ്ക് തി. ബാബ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ആത്മാവിൽ പൂർണ്ണമായിട്ടും തുരുമ്പായിരുന്നു. ഉന്മേ ബാബാനെ പ്രവേശ് കിയ തോ മദദ് ബി മിൽത്തി ഹെ. അപ്പം ആ ദേഹത്തിൽ ബാബ പ്രവേശിച്ചപ്പോഴാണ് ബ്രഹ്മാബാബയ്ക്കും ബാബയിൽ നിന്ന് സഹയോഗം ലഭിച്ചത്. മൂൽ ബാത്തെ 5 വികാരോं के कारण ആത്മാ പക്കട് ചടനെ സെ ഇംപ്യൂർ ഹോ ഗയി ഹെ. അപ്പോൾ ബാബ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ആത്മാവിൽ തുരുമ്പ് കയറിയത്. ബാബ പറയണ പ്രധാനമായും 5 വികാരങ്ങളാണ് അതിന് കാരണം. तो जितना जितना बाप को याद करेंगे उतना कट उतरती जाएगी. ബാബ അതിനുള്ള ഉപായവും പറയാണ്. എത്രമാത്രം നിങ്ങൾ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അത്രയും ആത്മാവിൽ പിടിച്ചിരിക്കുന്ന കറകൾ അഥവാ തുരുമ്പ് ഇളകിപ്പോകും. ഭക്തി മാർഗ് की कथाएं तो जन्म जन्मांतर सुनते आए हो, ये तो बात ही निराली है. ഭക്തി മാർഗത്തിൽ ധാരാളം കഥകൾ നമ്മൾ ജന്മജന്മാന്തരങ്ങളായി കേട്ട് വന്നതാണ്. പക്ഷേ ബാബ പറഞ്ഞ ഇവിടുത്തെ കാര്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. തുംകോ അബ് ജ്ഞാൻ സാഗർ സെ ജ്ഞാൻ മിൽ രഹാ ഹെ. മനുഷ്യനാൽ എഴുതപ്പെട്ട ശാസ്ത്രങ്ങളുടെ ജ്ഞാനമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ബാബ പറയണ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനസാഗരനിൽ നിന്നും ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ ലക്ഷ്യം ഉദ്ദേശമുണ്ട്. എന്നാൽ മറ്റ് സത്സംഗങ്ങളിലൊന്നും തന്നെ ലക്ഷ്യമോ ഉദ്ദേശമോ ഉണ്ടാകാറില്ല. ഈശ്വർ സർവ്യാപി ക മേരി ഗ്ലാനി കർത്തേ രഹത്തെ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ബാപ്പന് ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഭഗവാനെക്കുറിച്ചുള്ള പരിചയമില്ല. അതുകൊണ്ട് ഭക്തിമാർഗത്തിലെല്ലാം തന്നെ നമ്മൾ എഴുതപ്പെട്ടതും വായിച്ചതും എന്താണ്? ഈശ്വരൻ സർവ്യാപി എന്ന് പറഞ്ഞ് ഭഗവാനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ബാബ പറയുന്ന മനുഷ്യർക്ക് അതും അറിയുന്നില്ലല്ലോ, മനസ്സിലാകുന്ന പോലും ഇല്ല താൻ ചെയ്യുന്നത് എന്താണ്. അപ്പോൾ ബാപ്പണ് ഇതും കൂടി ഡ്രാമ. ഇസ്മേ ക്രിയേറ്റർ ഡയറക്ടർ ബി ഡ്രാമ കെ വശ്. അപ്പോൾ ബാപ്പണ് ഈ നാടകത്തിൽ ക്രിയേറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ഡ്രാമയ്ക്ക് വശനാണ്. ബൽ സർവശക്തിവാൻ കഹാ ജാത്ത परंतु तुम जानते हो ये भी ड्रामा के पट्टे पर चल रहे. ഭഗവാൻ സർവശക്തനാണ്. പക്ഷേ ആ ഭഗവാന് പോലും ഈ ഡ്രാമയുടെ പാളത്തിന്മേൽ തന്നെ സഞ്ചരിക്കണം. ബാബ ജോ ഖുദാക്ക ബച്ചോं को समझाते कहते मेरी आत्मा में अविनाशी पार्ट नूंदा हुआ है. അപ്പോൾ ബാബ സ്വയം തന്നെ വന്ന് മക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. അതായത് ഞാൻ ആത്മാവിലും അവിനാശിയായിരിക്കുന്ന പാർട്ട് ഫിക്സ് ആയിരിക്കുകയാണ്. അതനുസരിച്ചാണ് ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്തെല്ലാമാണോ ബാബ മനസ്സിലാക്കി തരുന്നത്, സമയാനുസാരം എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം, ബാബ പണി ഇതൊക്കെ ഡ്രാമയിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഈ പുരുഷോത്തമ സംഗം യുഗത്തിൽ പുരുഷോത്തമൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് പറഞ്ഞു തരുന്നത്? സ്വയം ഭഗവാൻ തന്നെ. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്ത് ലക്ഷ്മി നാരായണനായി മാറണം.
ऐसा और कोई मनुष्य कह ना सके कि तुम विश्व के मालिक बनना. അപ്പോൾ ബാപ്പൺ ഈ രീതിയിൽ മറ്റാർക്കും പറഞ്ഞു തരാൻ പറ്റുകയില്ലല്ലോ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരികളായി മാറണമെന്ന്. തും ജാൻതേ ഹോ ഹം ആയേ ഹി കെ വിശ്വ കെ മാലിക് നർസേ നാരായൺ ബന്നെ. അപ്പോൾ ബാപ്പണ് നിങ്ങൾ കുട്ടികൾക്ക് അറിയാം നമ്മൾ വന്നിരിക്കുന്നത് തന്നെ വിശ്വത്തിൻ്റെ അധികാരിയാകാൻ, നരനിൽ നിന്നും നാരായണനായി മാറാൻ. ഭക്തി മാർഗമേ തോ ജന്മ ജന്മാന്തർ കഥായ സുൻത്തെ ആയേത്തെ. ഭക്തിമാർഗത്തിൽ നമ്മൾ ഒത്തിരി കഥകളൊക്കെ കേട്ട് വന്നവരാണല്ലോ, എന്നാലോ ഒന്നിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. കഥകൾ കേൾക്കാൻ രസകരമാണ്, കനരസമായതുകൊണ്ടൊക്കെ അത് നമ്മുടെ ബുദ്ധിയിലുണ്ടാകും. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പം രാമായണ കഥകളാണെങ്കിലും ശരി, പല കഥകളാണെങ്കിലും ശരി. എന്നാൽ ഇവിടെ ബാബപ്പണി ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നു സ്വർഗം. എന്നാൽ ഇപ്പോൾ അവരും ഇല്ല, സ്വർഗവും ഇല്ല. त्रिमूर्ति के लिए भी बच्चों को समझाया. ലക്ഷ്മി നാരായണനെ കുറിച്ചും ബാബ പറഞ്ഞു തന്നു, ത്രിമൂർത്തികളെക്കുറിച്ചും ബാബ പറഞ്ഞു തന്നു. ബ്രഹ്മാവിൽ കൂടിയാണ് ശിവബാബ ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു ധർമ്മം ഉണ്ടായിരുന്നപ്പോൾ സത്യുഗത്തിൽ ഏകധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു ധർമ്മം അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിലോ ബാപ്പൺ ആ ഏകധർമ്മം ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ബാബ വന്നിരിക്കുകയാണ് ആ ഏകധർമ്മം സ്ഥാപിക്കാൻ. അപ്പോൾ ബാബ പറയാണ്, ഞാൻ കൽപ്പം സംഗമയുഗത്തിൽ വന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ബാപ്പൺ ഇതൊരു പാഠശാലയാണ്. യഹാ ബച്ചോ കോ ക്യാരക്ടർ ബി സുധാരണ ഹെ. അപ്പോൾ ബാബ പറയണ ഇവിടെ ബാബ പഠിപ്പിക്കുന്നത് എന്തിനാ? നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളെ നന്നാക്കണം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പഞ്ചവികാരങ്ങളെ ഉപേക്ഷിക്കണം. തും ഈ ദേവതാവുക്ക് ആകെ ജാക്ക ഗാത്തേത്തേന്. ബാബ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ ദേവതകളുടെ മുന്നിൽ എന്താണ് പാടിയിരുന്നത്? അങ്ങ് സർവഗുണ സമ്പന്ന സമ്പൂർണ്ണ നിർവികാരി, നമ്മൾ പാപികളാണെന്നല്ലേ. ഭാരത്വാസി ഹി ദേവതാത്തെ. ബാബ ഓർമ്മപ്പെടുത്താണ്, അതേ ദേവതകളായിരുന്നു നിങ്ങൾ, ഭാരതവാസികളായിരുന്നു ദേവതകൾ. സത്യുഗമേ ലക്ഷ്മി നാരായൺ പൂജ്യത്തെ, ഫിർ കലിയുഗമേ പൂജാരി ബനെ. സത്യുഗത്തിലായിരുന്നപ്പോൾ ലക്ഷ്മി നാരായൺ പൂജ്യാവസ്ഥയിലായിരുന്നു, പിന്നീട് കലിയുഗത്തിലേക്ക് എത്തിയപ്പോൾ പൂജാരിയായി. ഇപ്പോൾ ബാബ പറഞ്ഞ വീണ്ടും നിങ്ങൾ പൂജ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂജ്യ സതോപ്രധാന ആത്മാക്കളായിരുന്നല്ലോ. ഉൻകെ ശരീർ ബി സതോപ്രധാനത്തെ. ആത്മ സതോപ്രധാനമായിരുന്നപ്പോൾ ശരീരം കൂടി എന്തായിരുന്നു? സതോപ്രധാനമായിരുന്നു. കാരണം ഏതുപോലെ ആത്മാ അതുപോലെ അതിൻ്റെ ആഭരണം ഉണ്ടാകും. എന്ന് വെച്ചാൽ ശരീരം നമുക്ക് ലഭിക്കും. സോനേമേ കാത് മിലായി ജാതി തോ ഉൻകാ ഭാവ് കിത്തന കം ഹോ ജാത്ത. ബാബ പറഞ്ഞു ഒറിജിനൽ തങ്കത്തിന് മൂല്യമുണ്ട്, അതിന് അത്ര തന്നെ വിലയുണ്ടാകും. പക്ഷേ അതിലെപ്പോഴാണ് മിശ്രണം ചേർക്കപ്പെടുന്നത്, അപ്പോൾ അതിൻ്റെ റേറ്റ് എന്താകും? കുറയും, അതിൻ്റെ മൂല്യം കുറയും. തുമാരാ ബി ഭാവ് ബഹുത് ഊഞ്ചാത്ത. അതേപോലെ ബാബപ്പണ് നിങ്ങളും വളരെ മൂല്യവാനായിരുന്നു. അബി കിത്തന കം ഭാവ് ഹോ ഗയ. ഇപ്പം എന്തായി? മൂല്യമില്ലാത്തവരായി മാറി. നിങ്ങൾ പൂജ്യരായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആരായി മാറി? പൂജാരികളായി. അബ് ജിത്തന യോഗമേ രഹേങ്കെ. ബാബപ്പൺ എത്രമാത്രം ഇപ്പോൾ നിങ്ങൾ യോഗത്തിലിരിക്കുന്നോ അത്രത്തോളം നിങ്ങളിൽ കയറിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പിടിച്ചിരിക്കുന്ന എല്ലാ കറകളും ഇളകിപ്പോകും. ഓർ ബാബ് സെ ലവ് ഹോത്താ ജായേഗ. ആത്മാവിലുള്ള കറകൾ ഇളകാൻ തുടങ്ങുമ്പോൾ ബാബയോടുള്ള ആകർഷണവും ബാബയോടുള്ള സ്നേഹവും കൂടും. അതിൻ്റെ ആധാരത്തിൽ നിങ്ങൾ സന്തുഷ്ടതയുടെ അനുഭവം ഉണ്ടാകും. बाबा साफ कहते बच्चे चार्ट रखो, फिर सारे दिन में कितना समय बाबा का याद रहे. അപ്പോൾ ബാബ മക്കളോട് വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്, ആ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നിത്യേന ചാർട്ട് വെക്കണം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത്? എത്ര സമയം എനിക്ക് ബാബയെ ഓർമ്മിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഓർമ്മയുടെ യാത്രയാണല്ലോ. അപ്പോൾ ബാബ പറഞ്ഞ അതാണ് ശരിയായ പദം. യാദ് കർത്തേ കർത്തേ കട്ട് നിക്കൾത്തെ അന്തമത്തി സോഗത്തി ഓ ജായകി. അപ്പോൾ ബാബയെ ഓർമ്മിച്ച് ആത്മാവിലുള്ള കറകളൊക്കെ നീക്കം ചെയ്യപ്പെടും. അതിനനുസരിച്ച് അവസാനം മതി പറഞ്ഞാൽ അന്തിമ സമയത്തിൽ ആരുടെ സ്മൃതിയോ അതിനനുസരിച്ചാണ് ഗതി. वो तो पंडे लोग यात्रा पर ले जाते, यहाँ तो आत्मा खुद यात्रा करती है. സാധാരണ ലൗകികത്തിൽ ഭക്തിമാർഗത്തിൽ തീർത്ഥയാത്രയ്ക്ക് വഴികാട്ടിയായി ആരെങ്കിലും ഒരു ബ്രാഹ്മണനോ ഒരു സന്യാസിയോ ഉണ്ടാകും, വഴികാട്ടി ഉണ്ടാകും. എന്നാൽ ഇവിടെ ആത്മാവ് തന്നെയാണ് യാത്ര തുടരുന്നത്. അപ്പനെ പരന്താം ജാനാഹെ. ബാപ്പണ്ട് നമ്മുടെ യാത്ര എവിടത്തേക്കാ? സ്വന്തം ധാമം പരന്താമത്തിലേക്ക് പോകാൻ. കാരണം നമ്മുടെ ഈ നാടകചക്രം ഇവിടെ
പൂർണ്ണമാവുകയാണ്. അഭി തും ജാൻതേ ഹോ യെ ബഹുത് ഗന്ദി ദുനിയാ ഹെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ അത്ര വാസയോഗ്യമല്ലാത്തൊരു ഭൂമിയായി മാറിയിരിക്കുകയാണ്. ഈ ലോകം അത്രയും അശുദ്ധമായിരിക്കുകയാണ്. പരമാത്മാക്കോ തോ കോയി ബി നഹി ജാൻത. പരമാത്മാവിനെ കുറിച്ച് ആരും അറിയുന്നില്ല. ന ജാനേങ്കെ, അറിയാനും പോകുന്നില്ല. ഇസ്ലേ കഹാ ജാത്ത, അതുകൊണ്ടാണല്ലോ പറയുന്നത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന്. ഉനോക്കേലേ തോ ഈ നർക്ക് ഹി സ്വർഗക്കെ സമാൻ ഹെ. അപ്പോൾ ബാബ പറയണ് അവർക്ക് ഈ നരകം തന്നെ സ്വർഗത്തിന് തുല്യമാണ്. ഉനോക്കി ബുദ്ധിമേ ബാത്തേ ബൈഠ്നാ സഖ്യ. അതുകൊണ്ട് നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും ഇതൊന്നും അവരുടെ ബുദ്ധിയിൽ ഏൽക്കുകയില്ല. തും ബച്ചോं को ये सब विचार सागर मंथन करने के लिए बहुत एकांत चाहिए. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം വിചാരസാഗരം മന്ഥനം ചെയ്യാൻ അറിയണം. അപ്പോഴേ ബാബന് ഏകാന്തതയിലിരിക്കാൻ പറ്റണം. യഹാ തോ ഏകാന്ത് ബഹുത് അച്ചി ഹെ, ഇസ്ലേ മധുബൻ കി മഹിമ ഹെ. അല്ലേ, മധുബനത്തിൽ അങ്ങനെ ഒരു അവസരമുണ്ട്. അതുകൊണ്ടാണല്ലോ മധുബനത്തിന് വളരെയധികം മഹിമ. കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകണം. ഹം ജീവാത്മാവും കോ പരമാത്മാ പഠാ രഹേ ഹെ. അതായത് ജീവാത്മാക്കളായിരിക്കുന്ന നമ്മളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പ് പെഹലെ ബി ഐസെ പഠായ താ, ശ്രീകൃഷ്ണ കി ബാത് നഹി. കൽപ്പം മുമ്പും കൂടി ബാബ ഇതുപോലെ പഠിപ്പിച്ചതായിരുന്നല്ലോ, അല്ലാതെ ശ്രീകൃഷ്ണനല്ല പഠിപ്പിച്ചത്. കാരണം ശ്രീകൃഷ്ണൻ സത്യുഗത്തിൽ ആദി രാജകുമാരൻ, പോരാത്തതിന് ബാബണ് കൊച്ചുകുട്ടിയായിരുന്നു. വോ ആത്മാ ഏ പരമാത്മാ ഹെ. കൃഷ്ണൻ ആത്മാവും ബാബ പരമമായ ആത്മാവാണ്. पहले नंबर की आत्मा श्री कृष्ण सो फिर लास्ट नंबर में आ गई. അപ്പോൾ ബാബ പറഞ്ഞ നമ്പർ 1 ആത്മാവായിരുന്നു ശ്രീകൃഷ്ണൻ. പിന്നീട് എന്തായി, കലിയുഗത്തിലെത്തി നമ്പർ ലാസ്റ്റായി. तो नाम भी अलग हो गया. അതുകൊണ്ട് ആ രൂപം മാറും, പേരും മാറും. बहुत जन्मों के अंत के जन्म में नाम तो और होगा ना. അനേക ജന്മങ്ങളെടുത്ത് അന്തിമ ജന്മത്തിലേക്ക് എത്തുമ്പോൾ പേര് മാറില്ലേ. കേത്തെ ഏത്തോ ദാദാ ലേഖരാജ്. ലാസ്റ്റ് ബർത്തിൻ്റെ പേരെന്തായിരുന്നു ബാബയുടേത്, അതായത് ശ്രീകൃഷ്ണൻ്റെ ആത്മാവിൻ്റേത് ദാദാ ലേഖരാജ് എന്ന്. യ ഹൈഹി ബൗദ്ധ ജന്മോക്കെ അന്തിക ജന്മം. അതായിരുന്നു ബ്രഹ്മാവിൻ്റെ ആത്മാവിൻ്റെ അനേക ജന്മത്തിൻ്റെ അന്തിമ ജന്മം. तो बाबा कहते मैं इनमें प्रवेश कर तुमको राजयोग सिखला रहा हूँ. അപ്പോൾ ബാബ പറഞ്ഞ അവരിലാണ് ഞാൻ പ്രവേശിച്ച് നിങ്ങൾ കുട്ടികൾക്ക് രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ് കിസ്മേത്തോ ആയെങ്കേന്. അപ്പോൾ ബാബ ആരുടെയെങ്കിലും ദേഹത്തിൽ വരണമല്ലോ. ശാസ്ത്രങ്ങളിലാണെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. तो बाप तुम बच्चों को पढ़ाते तुम ही पढ़ते हो. അപ്പോൾ ബാബ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. फिर सत्युग में ज्ञान होगा नहीं. പിന്നെ സത്യുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടാകുന്നില്ല. അവിടെ കേവലം പ്രാരബ്ധം മാത്രം. ബാബ സംഗമയുഗത്തിൽ വന്ന് നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ കേട്ട് ജ്ഞാനം ധാരണ ചെയ്ത് നമ്മൾ ആ പദവി നേടുന്നു. ये टाइम ही है बेहद के बाप से बेहद का वर्षा पाने का. അപ്പോൾ ബാബണി ഒരു സമയം അതാണ് സംഗമയുഗം. പറഞ്ഞ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സ്വത്ത് നേടാനുള്ള സമയം. इसलिए बच्चों को गफलत नहीं करनी है. അതുകൊണ്ട് ബാബണി ഒരു സമയത്ത് കുട്ടികൾ ഒരു തെറ്റും ചെയ്യരുത്. മായ ഗഫലത് ബോധ് കരാത്തി ഹെ ഫിർ സംജാ ജാത്ത ഉൻകി തക്ദീർ മേ നഹി. ഒത്തിരി തെറ്റുകളൊക്കെ മായ ചെയ്യിപ്പിക്കും. എന്നിട്ടോ ബാബ മനസ്സിലാക്കി തരും. ബാബ മനസ്സിലാക്കി കുട്ടിയുടെ ഭാഗത്തിലില്ല. ബാബ് തോ തദ്ബീർ കരാത്ത. ബാബ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാനല്ലേ പറ്റൂ. തക്ദീർ മേ കിത്തന ഫറക് പഠിച്ചാത്ത. പുരുഷാർത്ഥം ചെയ്യിപ്പിക്കും ബാബ. കുട്ടി ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ അതിനനുസരിച്ച് ഭാഗ്യം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അന്തരം ഉണ്ടാകുന്നത്. ചിലർ പാസ്സാകും, ചിലർ തോറ്റുപോകും. ഡബിൾ സിർതാജ് ബന്നേക്കില് പുരുഷാർത്ഥ് കർണാപ്പടെ. അപ്പോൾ ബാപ്പന് ഡബിൾ പുരുഷാർത്ഥം, ഡബിൾ കിരീടധാരികളാകണമെങ്കിൽ തീർച്ചയായിട്ടും പുരുഷാർത്ഥം ചെയ്തേ മതിയാകും. तो बाबा कहते गृहस्थ व्यवहार में बल रहो. लौकिक बाप का कर्जा भी बच्चों को उतारना है, ലോഫുൾ ചെല്ലനാ ഹെ. അപ്പോൾ ബാബ പറയണ അതിനു വേണ്ടി ഇവിടെ വന്നിരിക്കുകയല്ല. ബാബന് ഗൃഹസ്ഥത്തിൽ തന്നെയാണ് കഴിയേണ്ടത്. ലൗകിക അച്ഛനോട് നമുക്ക് കൊടുക്കാനുള്ള കടമ എന്തോ അത് മക്കൾ തന്നെ നിറവേറ്റണം. അച്ഛനമ്മമാർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കടമയുണ്ട് നമുക്ക്. അവർ നിന്നെടുത്തിരിക്കുന്ന പാലന എല്ലാത്തിൻ്റെയും ബാബ പറയണ ആ ഒരു കടമ നമ്മൾ തീർക്കുക തന്നെ വേണം. അതുകൊണ്ട് ബാപ്പണ് ലവ്ഫുള്ളായി നടക്കണം. അവരോട് സ്നേഹത്തിൻ്റെ രൂപത്തിൽ തന്നെ ബാപ്പണ് നമ്മുടെ പെരുമാറ്റം ഉണ്ടായിരിക്കണം. യഹാ തോ സഭയെ ബേക്കായതേ. ബാബ പറഞ്ഞ ഇവിടെ അങ്ങനത്തെ
ഇതില്ലല്ലോ. ഒരു നിയമമോ കാര്യങ്ങളോ ബന്ധങ്ങൾക്കിടയിൽ പോലുള്ള ഉത്തരവാദിത്വങ്ങൾ മറന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്കൊരു സഹോദരൻ വന്നിരുന്നു. കുറേ വർഷങ്ങൾ ഗൾഫിൽ ജോലിയെടുത്ത് അവിടെ നിന്നെല്ലാം പിരിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അത്രയും കാലം അവരുടെ യൗവന കാലഘട്ടം എല്ലാ നല്ല സമയങ്ങൾ ജോലി ചെയ്ത് മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി സമ്പാദിച്ച് അവരെന്തെല്ലോ സ്വപ്നം കണ്ടായിരിക്കും തിരിച്ചു വരിക. എവിടെ എത്തുമ്പോഴോ ചിലപ്പോൾ എല്ലാവരും സർക്കാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കണം എന്നില്ല, ചിലപ്പോൾ പെൻഷൻ ഉണ്ടായിരിക്കണം എന്നില്ല, ചെറുതെന്തെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുട്ടികൾക്ക് എന്തില്ല, അച്ഛനെ വിലയില്ല, അച്ഛനോട് ചോദിക്കില്ല, ഭാര്യയ്ക്ക് അതുപോലെ വിലയുണ്ടാവുകയില്ല. കാരണം അവിടെ ഉണ്ടാകുമ്പോൾ എല്ലാം ഇങ്ങോട്ട് അയച്ചു തരുമ്പോൾ അതുകൊണ്ട് സുഖിച്ച് ജീവിച്ചവരായിരിക്കും അല്ലേ. കിട്ടാതാകുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലാണ് ഇവിടുത്തെ ലോകം അല്ലേ, മായ അത്തരത്തിലാണ് മായ. അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ് ഇവിടെ യാതൊരു നിയമമോ കാര്യങ്ങളോ ഇല്ല. തും ജാനത്തെ ഹോ ഹം ഹി ഇത്തനെ ഊഞ്ച് പവിത്രത്തെ ഫിർ ഗിർത്തെ ആയേ. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം നമ്മൾ എത്രമാത്രം ഉയർന്നവരും പവിത്രരുമായിരുന്നു. പിന്നെ നമ്മളാണല്ലോ താഴോട്ട് പതനത്തിലേക്ക് വന്നത്. ഇപ്പോൾ വീണ്ടും ബാബ നമുക്ക് ഡയറക്ഷൻ നൽകുകയാണ്, പവിത്രരാകണം. പ്രജാപിത ബ്രഹ്മാവിൻ്റെ മക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ബ്രഹ്മകുമാർ കുമാരിമാരാണ്. അപ്പോൾ ബാപ്പണ നിങ്ങൾക്കിടയിൽ അപവിത്ര ദൃഷ്ടി ഉണ്ടായിരിക്കരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണല്ലോ. ഇതൊരു യുക്തി ബാബ പറഞ്ഞു തന്നിരിക്കുകയാണ് പവിത്രമായി ജീവിക്കാൻ വേണ്ടി. തും സബ് ബാബ ബാബ കേത്തെ രഹത്തെ തോ ഭായി ബഹനോകെ. എല്ലാവരും ബാബ അച്ഛൻ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ പരസ്പര സംബന്ധം ഉണ്ടാകും, സഹോദരനും സഹോദരിയുമാകും. ഭഗവാൻ കോ സബ് ബാബ കേത്തെ ഹേന. ഭഗവാനെ എല്ലാവരും അച്ഛൻ എന്നല്ലേ വിളിക്കാറുള്ളത്. ആത്മായെ കേത്തി ഹം ശിവബാബയ്ക്ക് ബച്ചേ ഹെ. അപ്പോൾ ആത്മാവിനറിയാം നമ്മൾ ശിവബാബയുടെ മക്കളാണ് എന്ന്. പിന്നീട് ബാപ്പണി ഈ ശരീരത്തിൻ്റെ സംബന്ധത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സഹോദരനും സഹോദരിയുമാകുന്നത്. അപ്പോൾ ബാപ്പണ നമ്മളുടെ ഇടയിൽ ഒരിക്കലും അപവിത്രത ഉണ്ടാകരുത്. തും ബഡി ബഡി സഭാമേ സംജാ സക്തി. നിങ്ങൾ എത്ര വലിയ സഭയിലാണെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്നും പ്രജാപിത ബ്രഹ്മാവിലൂടെ രചിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ആരാണ്, സഹോദരനായി. മറ്റൊരു സംബന്ധവും നമുക്കിടയിലില്ല. ഹംസബ് ഏക് ബാപ് കെ ബച്ചേ ഹെ. കാരണം നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ മക്കളാണ്. ഏക് ബാപ് കെ ബച്ചേ ഫിർ വികാർ മേ കൈസേ ജാ സക്ത അല്ലേ. ഒരച്ഛൻ്റെ മക്കൾ ഒരിക്കലും വികാരത്തിൽ പോകാൻ സാധിക്കില്ലല്ലോ. ബായി ബി ഹെ തോ ബായി ബഹൻ ബി ഹെ. സംഗമയുഗത്തിൻ്റെ പ്രത്യേകത അതാണ്. നമുക്കുള്ള തിരിച്ചറിവെന്ന് നമ്മൾ ആത്മാക്കളാണ്, അതുകൊണ്ട് സഹോദരങ്ങളാണ്. ഇനി പ്രജാപിത ബ്രഹ്മാവിലൂടെ നമുക്ക് ഈ ജന്മം നൽകിയതുകൊണ്ട് നമ്മൾ സഹോദരനും സഹോദരിയാണ്. बाबा ने समझाया ये आंखें बहुत धोखा देने वाली है. आंखें ही अच्छी चीज़ देखती है तो दिल होती है. അപ്പോൾ ബാബ പറയാണ് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം, കണ്ണുകളാണ് വളരെയധികം ചതിക്കുന്നത്. കണ്ണുകൾ കൊണ്ട് കാണുന്നത് എന്തോ അതിലേക്ക് കണ്ണ് ആകർഷിക്കുമല്ലോ. അപ്പം അതിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അഗർ ആങ്കെ ദേക്കേഗി നഹി തോ തൃഷ്ണ ബി നഹി ഉട്ടേഗി. അപ്പോൾ ബാബ പറഞ്ഞ കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴാണ് മനസ്സതിലേക്ക് പോകുന്നത്. അപ്പോഴാണല്ലോ അത് വേണം ഇത് വേണം. കണ്ണുകൊണ്ട് കാണുന്നില്ല എങ്കിൽ ഒന്നിനോടും നമുക്ക് ആകർഷണം ഉണ്ടാവില്ല. ഇൻ ക്രിമിനൽ ആങ്കോങ്കോ ബദലന പെടുത്ത. അതുകൊണ്ട് ബാപ്പണി അപവിത്ര കണ്ണുകളെ പരിവർത്തനപ്പെടുത്തണം. സഹോദരി ഒരിക്കലും വികാരത്തിൽ പോകാൻ പറ്റുകയില്ല. വോ ദൃഷ്ടി നിക്കൽ ജാനീച്ചായി. അതുകൊണ്ട് ബാപ്പണ അത്തരത്തിലുള്ള വികാര ദൃഷ്ടിയൊന്നും ഉണ്ടായിരിക്കരുത്. ബാപ്പണ ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രത്തിൻ്റെ ഫലം ആവശ്യമാണ്. ആ പവിത്രമായിരിക്കുന്ന ദൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അരക്കൽപ്പത്തോളം ബാബ പറയാണ് ആങ്കോസെ കാം കിയ. അരക്കൽപ്പത്തോളം നമ്മൾ ഈ സ്ഥൂല കണ്ണുകൾ കൊണ്ടാണല്ലോ കാര്യം ചെയ്തത്. ഇപ്പോൾ ബാബ പറയുകയാണ് ഏ സാരി കട്ട് നിക്കലേ കൈസെ. അപ്പം ആത്മാവിൽ പിടിച്ചിരിക്കുന്ന ഈ കറകളൊക്കെ ഇളക്കിക്കളയുന്നത് എങ്ങനെയാണ്? ഹം ആത്മ ജോ പവിത്രത്തെ ഉസ്മെ കട്ട് ലഗി ഹെ. ആത്മ പവിത്രമായിരുന്നു, പക്ഷെ ഇപ്പം ആത്മാവിൽ എന്ത് ബാധിച്ചിരിക്കുകയാണ്? ബാബ പറയുന്നത് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ജിത്തന ബാബ്ക്കോ യാദ് കരേങ്കെ. ബാബനെ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നു അത്രമാത്രം ബാബയോടുള്ള ആ ഒരു സ്നേഹം കൂടും. പഠായി സെ നഹി യാദ് സെ ലവ് ജുട്ടേഗ. പഠിപ്പിലൂടെ ബാബയോട് സ്നേഹം കൂടില്ല. ബാബ പറഞ്ഞു തരണം ഓർമ്മയിലൂടെയാണ് ബാബയോടുള്ള സ്നേഹം വർദ്ധിക്കുക. ഭാരത് കാ ഹൈ ഹി പ്രാചീൻ योग जिससे ആത്മ പവിത്ര ബൻ അപ്പനെ ധാം ചലി ജായേഗി. അപ്പോൾ ഭാരതത്തിൻ്റെതാണ് ഈ ഒരു പ്രാചീന യോഗം. അപ്പോൾ ബാപ്പണ എത്രമാത്രം ആത്മപവിത്രമാകുന്നു അത്രത്തോളം ബാബപ്പണ ആത്മധാമത്തിലേക്ക് എത്തിച്ചേരും.
സബ് ഭായിയോക്കോ അപ്പനെ ബാപ് കാ പരിചയ ദേന. ബാബയുടെ നിങ്ങൾ എല്ലാ സഹോദരാത്മാക്കൾക്കും ബാബയുടെ പരിചയം കൊടുക്ക്. സർവ്യാപി കെ ജ്ഞാൻ സെ തോ ബിൽക്കുൽ ഗിർ ഗയേ ഔർ ജോർ സെ. ബാബ പറഞ്ഞ ഭഗവാൻ സർവ്യാപി എന്നുള്ള ജ്ഞാനത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇത്രയധികം പതനത്തിലേക്ക് വീണു പോയത്. ഇപ്പോൾ ബാബ പറയുകയാണ്, ഇതൊക്കെ ഡ്രാമ അനുസരിച്ചുള്ള നിങ്ങളുടെ പാർട്ടാണ്. രാജധാനി തീർച്ചയായും സ്ഥാപിക്കപ്പെടണം. ജിത്തന കൽപ്പയിലെ പുരുഷാർത്ഥ കിയ ഉത്തന ഹി വോ കരേഗ ജറൂർ. എത്രമാത്രം കൽപ്പം മുമ്പ് പുരുഷാർത്ഥം ചെയ്തോ അവർ വീണ്ടും ചെയ്യും. തും സാക്ഷിയോ ദേഖ്തേ രഹോ. ബാപ്പണ് അവരെ നിങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി പറഞ്ഞ് ഒന്നും തള്ളി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാന്ന്. കാരണം ബാപ്പണ് എല്ലാം സാക്ഷിയായിരുന്നു കാണുക. ഏ പ്രദർശനി ആദി തോ ബോ ദേഖ്തേ രഹേങ്കെ തുമാരെ ഈശ്വരീയ മിഷൻ ഹെ. ഇപ്പോൾ ബാപ്പണ് എക്സിബിഷൻ ഇട്ടാൽ കാണാൻ വരുന്നവർ ധാരാളമുണ്ട്, അതിൽ മനസ്സിലാക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ എത്തിപ്പെടുന്നവർ കുറച്ച് പേരായിരിക്കും. അപ്പോൾ ബാപ്പണ് ഇതൊരു ഈശ്വരീയ മിഷൻ ആണല്ലോ. യഹെ ഇൻകോർപ്പോറിയൽ ഗോഡ് ഫാദർലി മിഷൻ. ഇത് നമ്മുടെ പദ്ധതിയൊന്നുമല്ല. അപ്പോൾ ബാപ്പണ് ഇത് നിരാകാരനായിരിക്കുന്ന പരംപിത പരമാത്മാവിൻ്റെ മിഷനാണ്. യ ഹോത്തി കെ ക്രിസ്ത്യൻ മിഷൻ, ബൗദ്ധി മിഷൻ. ബാപ്പണ് എല്ലാ ധർമ്മങ്ങളിലും ഉണ്ട്. ക്രിസ്ത്യൻ മിഷൻ ഉണ്ട്, ബൗദ്ധി മിഷൻ ഉണ്ട്. പക്ഷെ ബാപ്പണ് ഇതെന്താണ്? ഇൻകോർപ്പോറിയൽ ഈശ്വരീയ മിഷൻ. നിരാകാർ തോ ജറൂർ കോയി ശരീർ മേ ആയേഗാ ന. അപ്പോൾ ബാബ നിരാകാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി ബാബ ഒരു പ്രകൃതിയെ ആധാരമാക്കി എടുക്കേണ്ടതായിട്ട് വരും. തുമ്പി നിരാകാർ ആത്മായെ മേരെ സാത്ത് രഹനെ വാലി തീന. ബാബ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ ആത്മാക്കൾ നിരാകാരികളായിരുന്നു, എനിക്കൊപ്പം വസിച്ചവരായിരുന്നു. അപ്പോൾ ബാപ്പണ് നോക്കി ഡ്രാമ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാപ്പണ് ഈ ഡ്രാമയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും ആരുടെ ബുദ്ധിയിലില്ല. രാവൺ രാജ്യമേ സ വിപരീത ബുദ്ധി ബൻപടേ. അപ്പോൾ ബാപ്പണ് രാവണ രാജ്യത്തിലെല്ലാവരും വിപരീത ബുദ്ധിയുള്ളവരായിരിക്കുകയാണ്. അബ് ബാബ സെ പ്രീത് ലഗാനി ഹേ. ബാബ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയുടെ സ്നേഹം ആരോടായിരിക്കണം? ബാബയോട്. തുമാര അഞ്ചാം ഹേ മേരാ തോ ഏക് ദൂസറാ നാ കോയ്. ബാബ പറഞ്ഞ നിങ്ങൾ കൊടുത്ത വാക്ക് എന്തായിരുന്നു? ബാബ എൻ്റേതായി നീ ഒന്ന് മാത്രം, മറ്റാരും തന്നെ ഇല്ല. അപ്പോൾ ബാപ്പണ് അത്രയും നമ്മൾ നഷ്ടോമോഹികളാകണം മറ്റുള്ളതിൽ നിന്ന്. പക്ഷെ ബാപ്പണ് അതത്ര എളുപ്പമല്ല, വളരെയധികം പരിശ്രമിക്കണം. ഏ ജैसे ഫാൻസി പർ ചഡ്നാ ഹെ. അപ്പോൾ ബാപ്പണ് തൂക്കുകയറിൽ കയറുന്നത് പോലെയാണ്. മറ്റെല്ലാത്തിനോടുള്ള ബുദ്ധി അകറ്റി ഒന്നിലേക്ക് മാത്രം നമ്മളുടെ ബുദ്ധി വയ്ക്കാൻ പറ്റണം. ബാപ്കോ യാദ് കർണ മാന ഫാസി പർ ചഡ്ന. ബാബയെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞ് തൂക്കുകയറിൽ കയറുന്നത് പോലെയാണ്. ശരീർ തോ ഭൂൽ ആത്മാക്കോ ചലേ ജാന ബാബ കി യാദ് മേ. തൂക്കുകയർ അങ്ങനെയാണല്ലോ, എല്ലാത്തിനെയും മറക്കേണ്ടതായിട്ട് വരും ഒരു നിമിഷം കൊണ്ട്. അപ്പോൾ ബാപ്പണ് ശരീരത്തെ മറന്ന് ആത്മ ബാബയുടെ ഓർമ്മയിൽ മുഴുകണം. കാരണം ബാബയുടെ ഓർമ്മ വളരെയധികം അത്യാവശ്യമാണ്. അല്ല എങ്കിൽ എങ്ങനെയാണ് ആത്മാവിലുള്ള കറകളൊക്കെ ഇളക്കിക്കളയാൻ പറ്റുക? ബച്ചോക്ക് അന്തർമേ ഖുഷി റഹനീച്ചായി. അപ്പോൾ ബാപ്പണ് ഉള്ളിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകണം. കാരണം ശിവബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. कोई सुने तो कहेंगे ये क्या कहते, क्योंकि वो तो कृष्ण को भगवान समझते. അല്ലേ, ശിവനാണ് ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ ചിലവരുടെ ചോദ്യം ഉണ്ടാകാം, ഇവരെന്തൊക്കെയാണ് പറയുന്നത്? കാരണം അവരുടെ മനസ്സിൽ കൃഷ്ണനാണല്ലോ ഭഗവാനായിരിക്കുന്നത്. തും ബച്ചോं को भी अभी बड़ी खुशी होती हम अब कृष्ण की राजधानी में जाते. നമ്മൾ കുട്ടികൾക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ രാജധാനിയിൽ പോവുകയാണ്. നമ്മൾ കൂടി പ്രിൻസസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വോ ഹേ ഫസ്റ്റ് പ്രിൻസ്. ശ്രീകൃഷ്ണനാരാണ്? ഫസ്റ്റ് രാജകുമാരനാണ്. നയേ മക്കാൻ മേ രഹത്തെ. പുതിയ വീട്ടിലായിരിക്കും. ബാദ് മേ ജോ ബച്ചെ ജന്മ ലേങ്കെ വോ തോ ദേരി സെ ആയെങ്കെ എന്നാ. പിന്നീട് ജന്മെടുക്കുന്ന മക്കളൊക്കെ ആദ്യ രാജകുമാരന് രാജകുമാരിയെ പിന്നീട് സിംഹാസനത്തേക്ക് വരും. അപ്പോൾ ബാബ പറയാണ് ജന്മം സ്വർഗത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ ബാബ പറയണ നിങ്ങളും കൂടി പ്രിൻസായി മാറും. സബ് തോ പെഹലെ നമ്പർ മേ നഹി ആയെങ്കിൽ. എല്ലാവർക്കും നമ്പർ 1ലേക്ക് വരാൻ പറ്റുമോ? എല്ലാവരും തുടക്കത്തിൽ തന്നെ വരുമോ? ഇല്ല. ബാബ പറയണ നമ്പർ വാറാണ് മാല. തോ ബാബ കേത്തെ ബച്ചക്കു പുരുഷാർത്ഥ് കർ. പക്ഷെ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? പുരുഷാർത്ഥം ചെയ്യണം. യഹാ തും ആയേ ഹോ നർസേ നാരായൺ ബന്നെ. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് തന്നെ എന്തിനാ? നരനിൽ നിന്നും നാരായണനായി മാറാൻ. കഥ ബി സത്യനാരായൺ കി ഹെ. അപ്പോൾ ബാബ പറയണ ഇവിടെ കേൾപ്പിക്കുന്ന കഥ ഏതാ? സത്യനാരായണൻ്റെ കഥ. സത്യലക്ഷ്മി കി കഥ കബി നഹി സുനി ഹോഗി. സത്യലക്ഷ്മിയുടെ കഥ എവിടെയും കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. പ്യാർ ബി സബ്കാ ശ്രീകൃഷ്ണ പർ ഹെ. എല്ലാവർക്കും പ്രിയമാരാ ശ്രീകൃഷ്ണനാണ്.
ശ്രീകൃഷ്ണനെയാണല്ലോ ഊഞ്ഞാലിലാട്ടുന്നതും തൊട്ടിലിട്ടാട്ടുന്നതും. എന്തുകൊണ്ട് രാധയ്ക്ക് അങ്ങനെ ചെയ്യാറില്ല? ബാപ്പൺ ഇതൊക്കെ ഡ്രാമ പ്ലാൻ അനുസരിച്ചാണ് ശ്രീകൃഷ്ണൻ്റെ മാത്രം പേര് മഹിമയുള്ളത്. തുമാരി അംജിൻസ് തോ രാധേ ഹെ ഫിർ ബി പ്യാർ ശ്രീകൃഷ്ണ സേ ഹെ. ബാപ്പണ് നമ്മുടെ സമപ്രായക്കാർ രാധയാണ് അല്ലേ, എന്നാലും നമുക്ക് പ്രിയമാരോടാ? ശ്രീകൃഷ്ണനോട്. ഉൻകാ ഡ്രാമമേ പാർട്ട് ബി ഐസ. കാരണം ബാപ്പണ് കൃഷ്ണൻ്റെ ആത്മാവിൻ്റെ ഡ്രാമയിലുള്ള പാർട്ട് എങ്ങനെയാണ്? ബച്ചെ ഹമേശ പ്യാരെ ഹോത്തെ അല്ലേ, കൊച്ചുകുട്ടികളെല്ലാവർക്കും പ്രിയരായിരിക്കും. तो बाप बच्चों को देख कितना खुश होते हैं. അപ്പോൾ നോക്കൂ, ബാബ മക്കളെ കാണുമ്പോൾ എത്ര അധികം സന്തുഷ്ടനാകുന്നു. ബച്ചായേഗാ തോ ഖുഷി ഹോഗി, ബച്ചി ആയേഗി തോ ഗുഡ്ക കാത്തെ. ലൗകികത്തിലും കൂടി മകനാണ് ജനിച്ചതെങ്കിൽ എല്ലാവർക്കും സന്തോഷം. അതേസമയത്ത് മകളാണ് ജനിച്ചതെങ്കിലോ വളരെയധികം ദുഃഖിക്കും. കൈത്തോ മാർബിദേത്തെ, ചിലവർ കൊന്നുകളയുന്നവരും ഉണ്ട്. रावण के राज्य में कैरेक्टर का कितना फर्क हो जाता അല്ലേ. ബാബ പണ്ട് രാവണ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം സ്വഭാവ ദൂഷ്യത്തിലേക്ക് എത്തുന്നു. ഗാത്തെ ബി ഹെ ആപ് സർവഗുൺ സമ്പൻ ഹം നിർഗുൺ. ഭക്തിയിൽ പാടിയിരുന്നു, ദേവതകളുടെ മുന്നിൽ പോയി പാടും, അങ്ങ് സർവഗുണ സമ്പന്നരാണ്, നമ്മൾ നിർഗുണരാണ്, ഗുണമില്ലാത്തവരാണെന്നൊക്കെ. അപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ വീണ്ടും അത്തരത്തിൽ ഗുണസമ്പന്നരായി മാറണം. അഭി സമസ്തേ ഹോ ഹം അനേക് ബാർ ഇസ് വിശ്വക്കെ മാലിക് ബനെ. അപ്പം നമുക്കറിയാം നമ്മൾ അനേക പ്രാവശ്യം വിശ്വത്തിൻ്റെ അധികാരികളായവരാണ്. അപ്പോൾ വീണ്ടും നമ്മൾ തന്നെ ആകേണ്ടത്. ബച്ചോങ്കോ ബഹുത് ഖുഷി റഹനി ചെ. അതുകൊണ്ട് മക്കൾക്ക് അതിയായ സന്തോഷം ഉണ്ടാകണം. ബാബ വീണ്ടും നമ്മളെ ദേവതകളാക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഏ ബൈ ചിന്തൻ കറു, അതിനെക്കുറിച്ച് തന്നെ ചിന്തനം ചെയ്യും. ഭഗവാൻ നമുക്കോ പടാത്തെ വാ തക്ദീർ ബാ. എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ ഭാഗ്യം. സ്വയം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ രീതിയിൽ ബാബ പറഞ്ഞ വിചാരം ചെയ്ത് അതിൽ തന്നെ ലയിച്ചിരിക്കണം. വാ തക്ദീർ വാ ബേഹദ് കാ ബാപ്പ് ഹംകോ മില. അത്രയും ശ്രേഷ്ഠ ഭാഗ്യവാന്മാരാണ് നമ്മൾ. കാരണം സ്വയം ഭഗവാൻ തന്നെ നമുക്ക് പ്രാപ്തമായിരിക്കുകയാണ്. ആ ഭഗവാന്റെ ഓർമ്മയിൽ തന്നെ കഴിയണം, പവിത്രതയെ ധാരണ ചെയ്യണം. ഹമിയെ ബൻതേ, അതായത് നമുക്ക് അറിയണം നമ്മളായിക്കൊണ്ടിരിക്കുകയാണ് ദേവത. അതുകൊണ്ട് ദൈവീ ഗുണങ്ങളെ ധാരണ ചെയ്യണം. അപ്പോൾ ബാപ്പണ് ഇങ്ങനെയുള്ള വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുകയും നമ്മൾ ആ ഒരു മസ്തിയിൽ തന്നെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ബാപ്പണ് ഇത് തന്നെ മന്മനാഭവ ബാബ ഹംകോ യെ ബനാത്തേ ഹെ. എപ്പോഴും ഓർമ്മ വേണം, ബാബ നമ്മളെ ദേവതകളാക്കി മാറ്റുകയാണ്. ബാപ്പണ് ഇതൊക്കെ പ്രാക്ടിക്കൽ അനുഭവത്തിൻ്റെ കാര്യമാണല്ലോ. ബാബ മീറ്റേ മീറ്റേ ബच्चों को राय देते, चार्ट लिखो और एकांत में बैठ ऐसे अपने साथ बातें करो. ബാബ പറയാണ് മക്കൾക്ക് ഡയറക്ഷൻ നൽകാണ്. ഒന്ന് ചാർട്ട് എഴുത്, ഏകാന്തതയിൽ ഇരുന്ന് സ്വയത്തോട് തന്നെ സംസാരിക്ക്. ഏ ബാഡ്ജ് തോ ഛാത്തി സെ ലഗാദോ. ബാപ്പൺ എപ്പോഴും ബാഡ്ജ് നെഞ്ചോട് ചേർത്ത് കുത്തിയിരിക്കണം, എന്ന് വെച്ചാൽ എപ്പോഴും ധരിച്ചിരിക്കണം. ഭഗവാൻ की श्रीमत पर हम ये बन रहे हैं, इनको देखकर उनको प्यार करते रहो. ഭഗവാന്റെ ശ്രീമതത്തിലൂടെയാണ് നമ്മൾ ദേവതകളായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാഡ്ജ് നമ്മുടെ എപ്പോഴും ശ്രദ്ധയിൽ വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ആ ഒരു പ്രിയം തോന്നും. ബാബാക്ക് യാദ് സെ ഹം യെ ബൻതേ അല്ലേ, നമുക്ക് തന്നെ നമ്മളോടുള്ളൊരു അഭിമാനം കൂടും. ബാബയുടെ ഓർമ്മയിൽ നമ്മൾ ഇതുപോലെ ദേവതകളായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ആപ്കി തോ കമാൽ ഹേ. ബാബ ഹംകോ ആകെ തോടെ ഹി പത്താത്ത कि आप हमको विश्व के मालिक बनाएगा. ബാബയോട് സംസാരിക്കുക, ബാബ അങ്ങ് എത്ര അത്ഭുതകരമാണ്. കാരണം നമ്മൾ അറിഞ്ഞിരുന്നില്ല ബാബ അങ്ങ് എന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുമെന്ന്. നൗദാ ഭക്തി ചെയ്തു, ദർശനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഗലാ കാട്ട്നെ പ്രാൺ ത്യാഗ്നെ ലഗ് പെടുത്തേ ഹേ തബ് ദർശൻ ഹോത്താ. ഭക്തിമാർഗത്തിൽ എത്ര കടുത്ത ഭക്തി ചെയ്യുമായിരുന്നു. ചിലവർ എന്താണ് നമ്മൾ കേട്ടിട്ടില്ലേ, കാശി കൽവെട്ടെടുത്ത് ചാടും, കഴുത്തറക്കും, പലതും ചെയ്തിരുന്നു ദർശനത്തിന് വേണ്ടി. ഐസേസിക്ക് ഭക്തമാല ബനി ഹുയി. അത്തരത്തിൽ ചെയ്തവരുടെയാണ് ഭക്തമാല തയ്യാറായത്. ഭക്തോം കാബി മാൻ, അത്രയും ത്യാഗം ചെയ്യുന്നുണ്ടല്ലോ, അത്രയും കടുത്ത അധ്വാനം അവർ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് അധികം ബഹുമാനമുണ്ട്. കലിയുഗക്കെ ഭഗത്തോ ജേസെ ബാദ്ഷാഹെ. ബാപ്പണ് കലിയുഗത്തിലെ ഭക്തർ ഇപ്പോൾ ചക്രവർത്തികളെ പോലെയാണ്, ആജ്ഞാപിക്കുകയാണ് ചെയ്യുക അല്ലേ. അഭിത്തും ബച്ചോക്ക് ബേഹദ് കെ ബാബ് സെ പ്രീത്തെ. ഇവിടെ ബാബ പറഞ്ഞു നിങ്ങൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത ബാബയോട് അതിയായ സ്നേഹം. ഏക് ബാബ് കെ സിവായ് और कोई याद ना रहे. അപ്പോൾ ബാപ്പണ് ഒരു ബാബയല്ലാതെ മറ്റൊന്നിൻ്റെയും ഓർമ്മ വരരുത്. നമുക്ക് കലിയുഗത്തിലെ അവസ്ഥ ബാപ്പണ് ചക്രവർത്തിയെ പോലെ അല്ലേ, ഭഗവാന്റെ വിഗ്രഹങ്ങളും കൂടി മോഷ്ടിക്കുന്നതിൽ മടിയില്ല. കാരണം എന്തും ചെയ്യുന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ഭഗവാന് പോലും നമ്മുടെ കൈകളിലായി.
ഏകദം ലൈൻ ക്ലിയർ ഹോനി ചായി. പക്ഷെ ബാബ പറഞ്ഞ നിങ്ങൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആയിരിക്കണം. നമ്മൾ തന്നെയാണല്ലേ 54 ജന്മങ്ങൾ പൂർത്തീകരിച്ചത്. അബ് ബാബ കെ ഫർമാൻ പർ പൂരാ ചലേങ്കെ. അതായത് ബാബയോട് പറയുക, ബാബ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ നടക്കും. കാമം മഹാശത്രുവാണ്. ബാബ പറഞ്ഞ അതിന്മേൽ തോൽക്കരുത്. ഹാർ കാക്കർ ഫിർ പശ്ചാത്താപ് കർ ക്യാ കരേങ്കെ. ബാബ പറഞ്ഞ അതിനോട് തോറ്റ് പിന്നെ പശ്ചാത്താപം ഉണ്ടായിട്ട് എന്താ കാര്യം? ഏകദം ഹഡ്ഡി ഹഡ്ഡി ടൂട്ട് ജാത്തി അല്ലേ. വികാരത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ബാബ പറഞ്ഞ് എല്ലെല്ലാം നുറുങ്ങിപ്പോയതുപോലെ ആയിരിക്കും അവസ്ഥ. ബഹുത് കടി സജ മിൽ ജാത്. അറിഞ്ഞുകൊണ്ടാണ് തെറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ബാപ്പണ് വളരെ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. കട്ടുത്തറിനെ ബദലെ ഓർ ഹി ജോർ സെ ചട് ജാത്തി. ആത്മാവിലുള്ള തുരുമ്പിളകി പോകുന്നതിന് പകരം വീണ്ടുണ്ടാകുന്നു, തുരുമ്പ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ യോഗം വയ്ക്കാൻ പറ്റില്ല, ബാബയെ ഓർമ്മിക്കാൻ പറ്റാതാകും. ബാബ പറയുന്ന ഓർമ്മയിലിരിക്കുക എന്നുള്ളത് വലിയ പുരുഷാർത്ഥം തന്നെയാണ്. ബഹുത്ത് ഗപ്പ ഭി മാർത്തെ ഹം തോ ബാബ കി യാദ് മേ രഹത്തെ. ചിലവരൊക്കെ വലിയ പൊങ്ങച്ചൊക്കെ പറയും, ഞാൻ സദാ ബാബയുടെ ഓർമ്മയിലാണ്. ബാബ ജാനത്തെ രഹ നഹീ സക്ത. ബ്രഹ്മാ ബാബയ്ക്ക് സാധിക്കാത്തതായിരുന്നു അല്ലേ. ബ്രഹ്മാബാബ എത്ര പ്രയത്നിച്ചത് അതിലേക്ക് വേണ്ടി. ബാബ പറഞ്ഞ എന്നിട്ടാണോ മക്കൾ പറയുന്നത്. അതുകൊണ്ട് ബാബനെ സാധിക്കില്ല എന്ന് ബാബയ്ക്ക് അറിയാം. ഇസ്മേ മായാക്കെ ബഡേ തൂഫാനാത്തേ. ജ്ഞാനത്തിൽ കൊടുങ്കാറ്റില്ല, പക്ഷെ ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോൾ മായ വളരെ ശക്തമായി കൊടുങ്കാറ്റ് വീശും. സ്വപ്നാദി ഐസെ ആയെങ്കിൽ ഏകദം തങ്ക് കരുതേക. അത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ വരും. സ്വയം എന്താകും? അത്തരത്തിലുള്ള പ്രയാസപ്പെട്ടു പോകുന്ന വിധത്തിൽ. ജ്ഞാൻ തോ ബഡാ സഹജ് ചോട്ടാ ബച്ച ബി സമജ് ലേക. ജ്ഞാനം എളുപ്പമാണ്, കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് മനസ്സിലാകും. ബാക്കി യാദ് കി യാത്രാമേ ഹി ബഡാ റോലാ ഹെ. ബാബ പണ്ട് കുഴപ്പം കിടക്കുന്നവിടെയാ ഓർമ്മയുടെ യാത്രയിൽ. ഖുഷി നഹി ഹോനാ ചാഹിയെ ഹം ബഹുത് സർവീസ് കർത്തെ. ബാബ പറയണ് ഞാൻ കുറേ സർവീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊന്നും സന്തോഷിക്കേണ്ടാന്ന്. ഗുപ്ത സർവീസ് അപ്പനീ കർത്തേരോ. പകരം ബാപ്പണ് ഗുപ്ത സർവീസ് തൻ്റെ തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഇൻകോ തോ നശ രഹത്താം ശിവബാബ ക ബച്ച അക്കേലാ ഹൂം. ബ്രഹ്മാബാബയ്ക്ക് അതിയായ ലഹരിയുണ്ട്. കാരണം ഞാൻ ഒരേ ഒരു മൂത്ത പുത്രനാണ് ബാബയുടെ, ഡയറക്റ്റ് പുത്രനാണ്. ബാബ വിശ്വ കാ രചയിതാ തോ ജറൂർ ഹം ഭി സ്വർഗ കാ വിശ്വ കാ മാലിക് അല്ലേ. ബാബ വിശ്വത്തിൻ്റെ രചയിതാവാകുമ്പോൾ നമ്മൾ ബാബയുടെ കുട്ടികളാരാണ്? സ്വർഗത്തിൻ്റെ അധികാരി. പ്രിൻസ് ബന്നേ വാലാ ഹൂം. ഈ ആന്തരിക് ഖുഷി രഹനി ചായ് അല്ലേ. ബാബനെ നമുക്കും ഉണ്ടാകണം. നമ്മളോ രാജകുമാരന്മാർ, ദേവതകളാകുന്നവരാണെന്നുള്ള ആന്തരിക സന്തോഷത്തിൽ കഴിയണം. പരന്തു ജിത്തന തും ബച്ചെ യാദ് മേ രഹ സക്തേ ഹോ ഉത്തന ഹം നഹി. പക്ഷെ ബാബ പറഞ്ഞ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ, ബാബ പറഞ്ഞ അത്രത്തോളം ബ്രഹ്മാ ബാബയ്ക്ക് പറ്റിരുന്നില്ല. ബാബാക്കോ തോ ബോധ് ഖ്യാൽ കർനാ പടത്തെ. ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായല്ലോ ബാബയ്ക്ക്. बच्चों को कभी ईर्ष्या भी नहीं होनी चाहिए कि बाबा बड़े आदमियों की खातिर क्यों करते. ഇനി ബാബ പറയുന്ന കുട്ടികളുടെ ഇടയിൽ ഈർഷ്യ ഉണ്ടാവരുത്, അസൂയ ഉണ്ടാകരുത്. ബാബ എന്തിനാണ് വലിയവരൊക്കെ ആദരിക്കുന്നത്, അവർക്ക് എന്തിനാണ് സൽക്കരിക്കുന്നത് അല്ലേ. പലപ്പോഴും നമ്മുടെ സെൻറ്ററുകളിലൊക്കെ ചിലവർക്ക് ഗുപ്തമായ സേവനമായിരിക്കും. അവരായിരിക്കും നെടുന്തൂണായിട്ട് ആ ഒരു യജ്ഞത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ആത്മാക്കളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് എന്താകും, അവർ കുറച്ച് നമ്മൾ എക്സ്ട്രാ അവർക്ക് നമ്മൾ കെയറിങ് കൊടുക്കുമ്പോൾ ബാബ പറഞ്ഞു കുട്ടികൾക്ക് ആ കാര്യത്തിലൊന്നും അസൂയപ്പെടേണ്ട ആവശ്യമില്ല. ബാബ ഹരേക്ക് ബച്ചയ്ക്ക് നബ്ജ് ദേക്ക് ഉൻകെ കല്യാണാർത്ഥ് ഹരേക്കോ ഓ സനസ ചലാത്തെ. അപ്പോൾ ബാബയ്ക്ക് അറിയാലോ ഓരോ കുട്ടികളുടെ നാടി അറിയാൻ പറ്റും. ചിലവർ സേവനം ചെയ്യും പേര് കിട്ടാൻ വേണ്ടി, പെരുമ കിട്ടാൻ വേണ്ടി. അത് കിട്ടാണ്ടാകുമ്പോൾ എന്താ സേവ അതോടെ തന്നെ നിൽക്കും. അതുപോലെ പല വിധത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ബ്രാഹ്മണ മക്കളാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിമിത്തർക്ക് അറിയാൻ പറ്റും അവരെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഏത് കാരണം കൊണ്ടാണ്, ഇവർക്ക് എന്താ സംഭവിച്ചത്, എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ബാബ പറയുന്ന അത്തരത്തിലുള്ള കുട്ടികളാണ് ഉള്ളത്. അതുകൊണ്ട് ബാബ പറയാണ് ഹർ ഏക്ക് ബച്ചയ്ക്ക് നബ്ജ്. ഓരോ കുട്ടികളുടെ നാടി നോക്കിയിട്ടാണ് ബാപ്പണ് അവരുടെ മംഗളാർത്ഥം ബാബ ഓരോരുത്തർക്കും പാലനം നൽകും. ടീച്ചർ ജാനത്തെ. ബാപ്പണ് ടീച്ചർക്ക് അറിയാൻ പറ്റും ഓരോ സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് അവരുടെ നടപ്പെന്ന്. ബച്ചോക്കോ ഇസ്മേ സംശയം നഹി ലാനാ ചാ. അതെന്താ അവരെ മാത്രം മുന്നിൽ വെക്കുന്നത്, അതെന്താ അവരെ മാത്രം, അവരോട് മാത്രം എന്താ. ബാപ്പണ് അങ്ങനത്തെ ഒരു സംശയം നിങ്ങളുടെ ഉള്ളിൽ വരരുത് അല്ലേ. അപ്പോൾ ബാബ പറയുന്ന കുട്ടികൾ അത് ഇതൊക്കെ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവരറിയില്ലല്ലോ ആരെന്ത് സേവ ചെയ്യുന്നു, ആരെത്ര ഡെപ്തിലാണ്, ആരെത്ര ജ്ഞാനധാരണ ചെയ്യും. ചിലവർ ധാരണ ഒന്നും ഉണ്ടാവില്ല.
ക്ലാസ്സിലും വരികയില്ല, ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ യജ്ഞത്തിൻ്റെ നിയമം പോലും അറിയുകയുണ്ടാവുകയില്ല. അപ്പോൾ ആ കുട്ടികളൊക്കെ മുന്നിൽ പിടിച്ചിരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ പറഞ്ഞാൽ മുൻതൂക്കം കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എത്രമാത്രം ജ്ഞാനത്തിൽ പക്ക ആകുന്നോ, അവർക്ക് ജ്ഞാനത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, യോഗത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വല്ല സേവ ഏൽപ്പിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റുകയില്ല. കാരണം നമ്മളുടെ ഉള്ളിലൊരു വിശ്വാസം വരണ്ടേ, ഇവരെ ഏൽപ്പിച്ച് ഇവർ നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നുള്ളത്, അല്ലേ? അപ്പം അതുകൊണ്ട് ബാപ്പനെ ചിലപ്പോൾ അങ്ങനെയുള്ളവർ ഏൽപ്പിക്കേണ്ടതായിരിക്കും. അപ്പോൾ ബാബപ്പൻ അതിലൊന്നും നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നും ഇല്ല, സംശയിക്കരുത്. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. പിന്നെ ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റാണ്. 1, एकांत में बैठ अपने आप से बातें करनी है. आत्मा पर जो जंक चढ़ी है उसे उतारने के लिए याद की यात्रा पर रहना. ബാപ്പണി ഏകാന്തതയിലിരുന്ന് സ്വയമിനോട് തന്നെ സംസാരിക്കണം, അല്ലേ? സ്വയമിനോട് സംസാരിച്ചപ്പോൾ ഇവർക്കെന്തോ വട്ടായി. ബാബപ്പണ് അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഇന്ന് ലോകത്തിൽ, അല്ലേ? മൊത്തം നാട്ടുകാരോടും വീട്ടുകാരോടും അവരോട് ഇവരോട് ഇപ്പം അതും ഇല്ല, ഇപ്പം എല്ലാം മൊബൈലിലൂടെ സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ബാബ നമ്മളോട് പറയണേ, ഏകാന്തതയിലിരുന്ന് സ്വയമിനോട് സംസാരിക്കുക. ആത്മാവിൽ പിടിച്ചിരിക്കുന്ന കറയെ ഇളക്കിക്കളയുന്നതിന് വേണ്ടി ഓർമ്മയുടെ യാത്രയിലിരിക്കുക. 2, കിസിക്ക് ബാത് മേ സംശയ നഹി ഉട്ടാന. ബാപ്പണ് ഏതൊരു കാര്യത്തിലും സംശയിക്കരുത്, പിന്നെ ഈർഷ്യ ഉണ്ടായിരിക്കരുത്, അല്ലേ? എല്ലാ കുട്ടികളും ആർക്കെല്ലാം എന്തെല്ലാം ഉണ്ടാവും അസുഖം അതിൻ്റെ ഉള്ളിലുണ്ടാകും. 1 2 ഉണ്ട്. ചിലവർ ദേഷ്യമായിരിക്കും, ചിലവർ പെട്ടെന്ന് എടുത്ത് ചാടുന്നവരായിരിക്കും, ചിലവർ ഉള്ളിൻ്റെ ഉള്ളിൽ സിസ്റ്റർ അവർക്ക് മാത്രം കൊടുത്ത് എനിക്ക് തന്നില്ല എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഈർഷ്യ ഉണ്ടാകും, വിദ്വേഷം ഉണ്ടാകും, അല്ലേ? പല വിധത്തിലുള്ള കുട്ടികളാണ് ഉണ്ടാവുക. ആന്തരിക് ഖുഷിമേ രഹന, പകരം എന്താകണം? ബാബയെ കിട്ടിയില്ലേ, ബാബണ് ആ ആന്തരിക സന്തോഷത്തിൽ കഴിയണം. തൻ്റേതായിരിക്കുന്ന ഗുപ്ത സേവനം ചെയ്യണം. ആരെ അറിയിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കെൻ്റെ പുരുഷാർത്ഥം ചെയ്യണം, അതാണ് എൻ്റെ സേവനം. പറഞ്ഞ ബാബയുടെ ഓർമ്മയിലിരിക്കണം, ബാക്കി സേവനം ചെയ്യണം. ഇന്നത്തെ വരദാൻ, बेगर टू प्रिंस का पार्ट प्रैक्टिकल में बजाने वाले त्यागी व श्रेष्ठ भाग्यशाली आत्मा भव. बेगर टू प्रिंस ഈ പാർട്ട് പ്രാക്ടിക്കൽ അഭിനയിക്കുന്ന ത്യാഗിയും ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാവായി ഭവിക്കും. ത്യാഗിയും ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാവായി ഭവിക്കും. जैसे भविष्य में विश्व महाराजन दाता होंगे, ഏതുപോലെ ഭാവിയിൽ വിശ്വമഹാരാജൻ ദാതാവായിരിക്കും. ऐसे अभी से दातापन के संस्कार इमर्ज करो. അതുപോലെ ഇവിടെ തന്നെ ആ ഒരു ദാതാവിൻ്റെ സംസ്കാരത്തെ ഇമർജ് ചെയ്യണം, കൊടുക്കുവാനുള്ള സംസ്കാരം. किसी से कोई सॉल्वेशन लेकर के फिर सॉल्वेशन दे, ऐसा संकल्प में भी ना हो. इसे ही कहा जाता बेगर टू प्रिंस. ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും പരിഹാരം നേടി പിന്നീട് അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുക, അങ്ങനൊരു സങ്കല്പം പോലും നമ്മുടെ ഉള്ളിലുണ്ടാകരുത്. അങ്ങനൊരു അവസ്ഥയാണ് ബെഗർ ടു പ്രിൻസ് എന്ന് പറയാം. ഒരാളെ സഹായിക്കണമെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടേ ഞാൻ പിന്നെ അവർക്ക് കൊടുക്കൂ, അങ്ങനൊരു സങ്കല്പം വയ്ക്കുക. ബാബ പറയണ് അങ്ങനെ ഉണ്ടാകരുത്. അത്തരത്തിലുള്ള ശ്രേഷ്ഠ സ്ഥിതിയാണ് ബെഗർ ടു പ്രിൻസ് എന്ന് പറയാം. സ്വയം ലേനയ്ക്ക് ഇച്ഛാവാലേനെ, നമുക്കൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ, എന്നാലും കൊടുക്കാനുള്ള മനോസ്ഥിതി ഉണ്ടാവണം. അവരുടെ കഷ്ടത്തിൻ്റെ സമയത്ത് അവരെ നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അവർ തന്നാൽ മാത്രം ചെയ്യുക എന്നുള്ള സങ്കല്പമായിരിക്കരുത്. ഇപ്പോൾ ബാബ പറഞ്ഞു തരേണ്ട സ്വയം എടുക്കാനുള്ള ഇച്ഛ പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്.
ചിലർ പറയുമല്ലോ, എൻ്റെ കഷ്ടക്കാലത്ത് ഇവരൊന്നും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാണ് അവർക്ക് പരിഹാരം കൊടുക്കേണ്ടത്. അവണ് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. എൻ്റെ ഡ്യൂട്ടി എന്താ, സദാദാത്ത, എന്നെക്കൊണ്ട് എന്ത് പറ്റും, ആ സമയത്തിൽ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അത് നമ്മൾ ചെയ്തു കൊടുക്കണം. യെസ് അല്പകാൽക്ക് ഇച്ഛാസെ ബെഗർ, പാപ്പണി അല്പകാല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, പാപ്പണി ഇതിൽ നിന്നൊക്കെ തികച്ചും നമ്മൾ ബെഗറാകണം. ഐസ ബെഗർ ഹി സമ്പൻ മൂറത്തെ, അങ്ങനൊരു ബെഗർ, അത്തരത്തിലൊരു നിർധനാവസ്ഥ പറഞ്ഞാൽ മറ്റുള്ളവർ ഇങ്ങോട്ട് തന്നാലേ ഞാൻ കൊടുക്കുന്നുള്ളൊരു ആ ഒരു യാചക മനസ്ഥിതി ഉണ്ടല്ലോ, അതിൽ നിന്ന് മുക്തനാകുമ്പോഴാണ് സമ്പന്നമൂർത്തിയായി മാറുക. ആരാണ് ഇപ്പോൾ ബെഗർ ടു പ്രിൻസിൻ്റെ പാർട്ട് പ്രാക്ടിക്കൽ അഭിനയിക്കുന്നത്, അവരെയാണ് സദാ ത്യാഗി എന്നും ശ്രേഷ്ഠ ഭാഗ്യശാലി എന്നും വിളിക്കപ്പെടുക. ഉണ്ടായാൽ ചെയ്യാം എന്നല്ല, അവരെനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്നുമല്ല, ആ ഒരു സമയത്ത് എന്നെക്കൊണ്ട് കഴിവുണ്ടെങ്കിൽ എന്നെ അവിടെ ഉണ്ടെങ്കിൽ ബാപ്പണ് അത് ചെയ്തു കൊടുക്കുക എപ്പോഴാണെങ്കിലും, അല്ലേ? അങ്ങനത്തെ ഒരു മനോസ്ഥിതി. ത്യാഗസേ സദാകാൽ കാ ഭാഗ്യ സ്വതः ബൻ ചാത്ത, ത്യാഗത്തിലൂടെയാണ് സദാകാലത്തേക്കുള്ള ഭാഗ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം മനസ്സിൽ സമ്പന്നത എപ്പോഴും ഉണ്ടാവും, മനസ്സിൻ്റെ വലുപ്പമാണ്. അല്ലാണ്ട് ഒരാൾ പണക്കാരനെന്ന് പറയുന്ന അയാളുടെ കയ്യിൽ കോടികൾ ഉണ്ടായതുകൊണ്ടല്ല. അയാൾ എത്ര ദാനിയായിരിക്കുന്നു, എത്ര നിസ്വാർത്ഥ ഭാവത്തോടെ അയാൾ കൊടുക്കാൻ മനസ്സുണ്ടോ അയാളാണ് സമ്പന്നൻ. അല്ലാണ്ട് പണമുള്ളവൻ സമ്പന്നനല്ല. പണമുള്ളവന് മിക്കതും ദരിദ്രനായിരിക്കും. പറഞ്ഞാൽ മനസ്സുകൊണ്ട് ദരിദ്രൻ. ഒരാളെ കണ്ടാലാവില്ല, ഒരാൾക്കൊന്നും കൊടുത്തുവിടുക, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ താല്പര്യപ്പെടാത്തവരുണ്ട്. അപ്പോൾ അവർ ബാപ്പണ് ശരിക്കും എന്താ, അവർ ദരിദ്രനാണ്, അല്ലേ? പക്ഷെ ബാപ്പണ് ആ ദാരിദ്ര്യമല്ല നമുക്കുണ്ടാവേണ്ടത്. എന്ന് വെച്ചാൽ ആരിൽ നിന്നും കിട്ടിയിട്ടേ കൊടുക്കാവൂ, അവരെനിക്ക് തരട്ടെ, സ്ഥാനം തരട്ടെ, റെസ്പെക്റ്റ് തരട്ടെ, സ്നേഹം തരട്ടെ, എനിക്ക് മുൻതൂക്കം തരട്ടെ, ഇതൊന്നും യാചിച്ചു കൊണ്ടിരിക്കുക. മനസ്സുകൊണ്ടുള്ള യാചനയിൽ നിന്നും മുക്താവാൻ. സ്ലോഗൻ, सदा हर्षित रहने के लिए साक्षीपन की सीट पर दृष्टा बनकर खेल देखो. സദാ ഹർഷിതരായിരിക്കണമെങ്കിൽ സാക്ഷി സ്ഥിതിയുടെ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു ദൃഷ്ടാവായി കളിയെ കണ്ടുകൊണ്ടിരിക്കും. സദാ ഹർഷിതരായിരിക്കണമെങ്കിൽ സാക്ഷിസ്ഥിതിയുടെ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു ദൃഷ്ടാവായി ഓരോ കളികളെയും കണ്ടുകൊണ്ടിരിക്കുക. अव्यक्त इशारेയാണ്. अशरीरी स्थिति का अनुभव करने के लिए सूक्ष्म संकल्प रूप में भी कहाँ लगाव ना हो. അശരീരി സ്ഥിതിയുടെ അനുഭവം ചെയ്യണമെങ്കിൽ സൂക്ഷ്മതലത്തിൽ പോലും, എന്ന് വെച്ചാൽ സങ്കല്പത്തിൽ പോലും എവിടെയും ആകർഷണം ഉണ്ടാകരുത്, ഒരു ചായ്വ് ഉണ്ടാകരുത്. संबंध के रूप में, संपर्क के रूप में अथवा अपनी कोई विशेषता की तरफ भी लगाव ना हो. ബാപ്പണ് സംബന്ധത്തിൻ്റെ രൂപത്തിലായിരിക്കാം, സമ്പർക്കത്തിൻ്റെ രൂപത്തിലായിരിക്കാം, അഥവാ അവരുടെ വിശേഷതയുടെ ഭാഗത്തേക്കായിരിക്കാം നമുക്ക് യാതൊരു തരത്തിലൊരു വലിവ് ഉണ്ടാകരുത്. അഗ അപ്പനി കൊയ് വിശേഷത മേ ബി ലഗാവ്, ബാബ പറഞ്ഞ മറ്റുള്ളവരുടെ വിശേഷതയിലല്ല, തൻ്റെ തന്നെ വിശേഷതയിലേക്ക് നമുക്കൊരു വലിവുണ്ടാകരുത്. तो वो भी लगाव बंधन युक्त कर देगा. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന ആ ഒരു ആകർഷണം, എനിക്ക് എന്നിലോടുള്ളൊരു മതിപ്പുണ്ടാവില്ലേ, എനിക്ക് ഈ കഴിവുണ്ട് ആ കഴിവുണ്ട് എന്നുള്ളത്, അതും നമ്മളെ ബന്ധനസ്ഥനാക്കി മാറ്റും. और वो लगाव अशरीरी बनने नहीं देगा. അത്തരത്തിലുള്ള ഒരു വലിവ് തനിക്ക് തന്നോടുണ്ട് എങ്കിൽ, ഒരു ആകർഷണം, ഒരു അഭിമാനം, ബാപ്പൻ അതൊരിക്കലും നമ്മളെ അശരീരിയാക്കി മാറ്റാൻ അനുവദിക്കില്ല. അപ്പോൾ പുറമേലേക്കുള്ള ആകർഷണം മാത്രമല്ല, ബാപ്പന് തനിക്ക് തന്നോട് പോലും സൂക്ഷ്മമായിട്ടുള്ള ഒരു അഭിമാനം ഉണ്ടായിരിക്കരുത്, ഒരു ലഗാവ് ഉണ്ടായിരിക്കരുത്. ഓം ശാന്തി. അതുകൊണ്ട് ഇന്നും ബാബ നമ്മൾ കുട്ടികളോട് എന്താ പറയുക, നിരന്തരം ബാബയുടെ ഓർമ്മയാകുന്ന തൂക്ക് കയറിൽ ബാപ്പണ് തൂങ്ങിക്കിടക്കാൻ പറഞ്ഞു, അല്ലേ? പിന്നെ ബാബ പറഞ്ഞ അപവിത്ര ദൃഷ്ടി ഇല്ലാതാക്കാനുള്ള യുക്തി ബാബ എന്താ പറഞ്ഞ, ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രത്തിൻ്റെ ശക്തി ആത്മാവിൽ നിറയ്ക്കാം. കാരണം ബാബ നമുക്ക് പവിത്രമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു യുക്തിയാണ് ബാബ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ബാബ ഓർമ്മപ്പെടുത്തൽ, ഇതൊരു കുടുംബമാണ്, ബ്രഹ്മാവും ജഗദംബ സരസ്വതിയും നമ്മൾ കുട്ടികൾ. ഓം ശാന്തി.
मुझको